കഴിഞ്ഞ ഒരു 30 വർഷത്തിലേറെയായിട്ട് ബിജെപിയുടെ പ്രകടന പത്രികയിൽ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കുമെന്നൊരു വാഗ്ദാനമുണ്ട്. അത് കാലാകാലങ്ങളായിട്ട് കോൺഗ്രസും ഇടതുപക്ഷമൊക്കെ ബിജെപിയെ കളിയാക്കാനായിട്ട് ഉപയോഗിക്കും. എല്ലാ കൊല്ലവും അല്ലെങ്കിൽ എല്ലാ തവണയും ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിങ്ങനെ അടിക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്ന് അത് യാഥാർത്ഥ്യമായ ദിവസമാണ്. പക്ഷേ ഇന്നത്തെ സങ്കടം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും മോഹൻജി ഭഗവത്തും ഒക്കെ അവിടെ ആ വലിയ ചടങ്ങിൽ പങ്കെടുത്തു. അതിന്റെ യജമാന സ്ഥാനം നരേന്ദ്രമോദിക്കായിരുന്നു എന്നുള്ളതാണ്. ഭരണഘടനയെ ലംഘിച്ചു, ഭരണഘടനയെ തൂത്തെറിഞ്ഞു എന്നൊക്കെയാണ് ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസും വിലപിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദിക്കട്ടെ, നരേന്ദ്രമോദിക്ക് ഈ മാൻഡേറ്റ് കൊടുത്തതാരാ? ജനങ്ങളല്ലേ. ഇവിടുത്തെ ജനങ്ങൾ 300-ലധികം സീറ്റ് കൊടുത്തിട്ട് നരേന്ദ്രമോദിയെ വിജയിപ്പിച്ചത് എന്ത് നടപ്പാക്കാനാ? അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ. അതിൽ ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണമാണ്. അപ്പൊ ആ രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്ന കാര്യം പറഞ്ഞ് അത് നടത്താൻ വേണ്ടിയിട്ട് ജനങ്ങൾ മാൻഡേറ്റ് കൊടുത്തയച്ച ആൾ തന്നെയല്ലേ അത് നടത്തേണ്ടത്. പിന്നെ RSS, BJP ഈ രണ്ട് പ്രസ്ഥാനം എത്രയോ വർഷങ്ങളായിട്ട് എന്തൊക്കെ സഫർ ചെയ്തിട്ടാണ് ഈ ഒരു രാമക്ഷേത്രം എന്ന് പറയുന്ന അവരുടെ ഒരു സ്വപ്നത്തെ, ഈ രാജ്യത്തെ കോടാനുകോടി ആൾക്കാരുടെ സ്വപ്നത്തെ സാക്ഷാത്കരിച്ചത്. 4-5 സർക്കാരുകളെ പിരിച്ചുവിട്ടു ഈ ബാബറി മസ്ജിദ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുപോലെ എത്രയോ ആളുകളെ വെടിവെച്ചു വന്നു, എത്രയോ ആളുകളുടെ സഹന സമരമുണ്ടായി, എത്രയോ ആളുകൾ ബലിദാനികളായി. അങ്ങനെ ഒരുപാട് സഹനത്തിലൂടെ കടന്നുപോയി ഒരുപാട് കാര്യങ്ങളെ ത്യജിച്ചുകൊണ്ട് സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു സ്വപ്നത്തെ അവർ സാക്ഷാത്കരിക്കുന്നത്. ആ സമയത്ത് അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് പറഞ്ഞു വിട്ട ആൾ തന്നെയാണ് അത് യജമാന സ്ഥാനത്ത് വരേണ്ടതും അത് ചെയ്യേണ്ടതും. മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ലോകം ഉറ്റുനോക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും സെൻട്രൽ പോയിന്റ് ആയിട്ട് മാറിയിട്ടുള്ള ഈ അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്തെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് ഒരു ദളിതനായിരുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദി. അതും ഈ സംഘടനയുടെ എടുത്തു പറയേണ്ട ഒരു വലിയ